അഡ്വാൻസ് കോച്ചിങ്. ഇനി നമ്മൾ കേരള PSC നടത്തിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻ സീരീസ് ആണ് ചെയ്യുന്നത്. അതിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ അണ്ടറിൽ നടന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 98/2018. ഓക്കെ, 2018 നടന്ന എക്സാം ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഫസ്റ്റ് സെഷൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി? അല്ലേ, എനർജിയുടെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം. എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. അല്ലേ, പവർ ഇൻറ്റു ടൈം. അപ്പം പവർ എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ യൂണിറ്റ് ആണെങ്കിൽ വാട്ട് ഇൻറ്റു സെക്കൻഡ് എന്ന് പറയാം. ലാർജ് വാല്യൂ വരുമ്പോൾ എങ്ങനെ വരും? കിലോ വാട്ട് ഇൻറ്റു അവർ. അല്ലേ, അപ്പോൾ കിലോ വാട്ട് അവർ ഉണ്ട്. അതുപോലെ തന്നെ ജൂൾസും ഉണ്ട്. അപ്പോൾ ഇത്രയും യൂണിറ്റ്സ് ആണ് എനർജിക്ക് വരിക. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ആംബിയർ അവർ, കിലോ വാട്ട് അവർ, കിലോ വാട്ട്, കിലോ വോൾട്ട്, ആംബിയർ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? യെസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, കിലോ വാട്ട് അവർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക്കൽ ഷോക്ക് ഓൺ എ ഹ്യൂമൻ ബോഡി ഡിപ്പെൻഡ്സ് അപ്പോൺ. അപ്പോൾ ഒരാൾക്ക് ഷോക്ക് അടിച്ചാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അത് ഏതൊക്കെ കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന്, ദ കറണ്ട് പാസിങ് ത്രൂ ദാറ്റ് മാൻ, ഡെഫിനറ്റ്ലി അത് ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? എത്ര സമയം, ദ ഡ്യൂറേഷൻ, എത്ര സമയം അത് ബോഡി കൂടെ പാസ് ചെയ്തു. മൂന്നാമത്തെ കാര്യം, അത് ഏതൊക്കെ ബോഡി പാർട്സിൽ കൂടെയാണ് മെയിനായിട്ട് പാസ് ചെയ്തത്. ചെസ്റ്റ്, ഹേർട്ട്, അതൊക്കെ ആ ഭാഗത്തെ കൂടെയൊക്കെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഡെത്ത് സംഭവിക്കാവുന്നതാണ് അല്ലേ. അപ്പം ഒരു കണ്ടീഷൻ, ഇപ്പോൾ ഹേർട്ടിലാണെങ്കിൽ 7 മില്ലി ആംബിയർ കറണ്ട് 3 സെക്കൻഡ് ഡ്യൂറേഷനിൽ പാസ് ചെയ്താൽ ഡെഫിനറ്റ്ലി മരണം ഉറപ്പാണ്. അപ്പം ഈ മൂന്ന് കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, കറണ്ട് ഫ്ലോ ത്രൂ ദ ബോഡി. യെസ്, ഇറ്റ് ഇസ് ഡിപ്പെൻഡ്സ്. സെക്കൻഡ്, ദ പാത്ത് ഓഫ് ദ ഇലക്ട്രിക് കറണ്ട് ത്രൂ ദ ബോഡി, ഏത് പാത്തിൽ കൂടിയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. മൂന്ന്, ദ ഡ്യൂറേഷൻ ഓഫ് ദ ഇലക്ട്രിക്കൽ ഷോക്ക്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ട്. സോ വിച്ച് ഇസ് ദ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരിക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഫോളോയിങ് കമ്പോണൻസ് ഈസ് എ പാസീവ് ഡിവൈസ്. അപ്പോൾ ഡിവൈസസ് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം, ആക്റ്റീവ് ഡിവൈസും അതുപോലെ തന്നെ പാസീവ് ഡിവൈസും. ആക്റ്റീവ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡിവൈസസ് വിച്ച് ഇൻജെക്ട് പവർ ഓർ എനർജി ഇൻ ടു ദ സർക്യൂട്ട്. സർക്യൂട്ടിലേക്ക് പവർ കൊടുക്കുക അല്ലെങ്കിൽ എനർജി കൊടുക്കും. അതിനെയാണ് നമ്മൾ ആക്റ്റീവ് ഡിവൈസസ് എന്ന് പറയാം. ആക്റ്റീവ്. പാസീവ് എന്ന് പറയുമ്പം അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. പാസീവ് ഡിവൈസസ് എങ്ങനെയായിരിക്കും? അപ്പം ഇറ്റ് അബ്സോർബ് എനർജി, അത് യൂട്ടിലൈസ് ചെയ്യാണ്. ഇൻജെക്ട് ചെയ്ത എനർജി യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരാണ് പാസീവ് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ എക്സാമ്പിൾ അറിയാവോ? ആക്റ്റീവ് ഡിവൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് കറണ്ട് ഓർ വോൾട്ടേജ് സോഴ്സസ് വരും, ജനറേറ്റേഴ്സ് വരും അല്ലേ. പിന്നെ അതുപോലെ തന്നെ പാസീവ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? പാസീവ് ഡിവൈസസ് എന്ന് പറയുമ്പം റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, പിന്നെ മോട്ടർ, ട്രാൻസ്ഫോർമർ, ഇതെല്ലാം വരുന്നത് പാസീവ് ഡിവൈസസ് ആണ്. ആക്റ്റീവ് ഡിവൈസസിൽ നമുക്ക് പിന്നെയും മറ്റേ SCR വരുന്നുണ്ട്, ട്രാൻസിസ്റ്റർ വരുന്നുണ്ട്, അതെല്ലാം തന്നെ ആക്റ്റീവ് ഡിവൈസസിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതിൽ ഏതാണ് പാസീവ് ഡിവൈസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ, ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്റർ എന്ത് ഡിവൈസ് ആണ്? ആക്റ്റീവ് ഡിവൈസ് ആണ്. സിലിക്കോൺ കൺട്രോൾഡ് റെക്ടിഫയർ, അതെന്താണ്? ആക്റ്റീവ് ഡിവൈസ് ആണ്. അതുപോലെ തന്നെ എയർ കോർ ഇൻഡക്ടർ. എയർ കോർ ഇൻഡക്ടർ എന്ത് ഡിവൈസ് ആണ്? It is a passive device. So this is the correct answer. And Zener diode, of course, it is a active device. അപ്പോൾ ഇതുമല്ല നമ്മുടെ ആൻസർ വരിക. ആൻസർ ഇസ് ഇൻഡക്ടർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. Armoring is provided in the underground cable to safeguard against. Armoring എന്ന വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേബിൾസ് ഇല്ലേ, ഈ കേബിളിൻ്റെ പുറത്ത് ചെറിയൊരു കവറിങ് കൊടുക്കുന്നുണ്ട്. ആ കവറിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗാൽവനൈസ്ഡ് സ്റ്റീൽ വയേഴ്സ് വെച്ചിട്ടാണ് ഈ കവറിങ് കൊടുക്കുന്നത്. ഗാൽവനൈസ്ഡ് സ്റ്റീൽ വയേഴ്സ്. എന്തിനായിരിക്കും ഇത് കൊടുക്കുക?
നമുക്കറിയാം ഇത് അണ്ടർഗ്രൗണ്ടിൽ, നമുക്ക് അണ്ടർഗ്രൗണ്ട് കേബിൾസ് എന്ന് പറഞ്ഞാൽ തന്നെ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടുകയാണ് അല്ലേ. അപ്പോൾ ഇത് കുഴിച്ചിടുമ്പം വണ്ടി മറ്റ് വാഹനങ്ങളൊക്കെ വലിയ വലിയ വാഹനങ്ങൾ കയറിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകരുത്, മെക്കാനിക്കൽ ഇഞ്ചുറി ഉണ്ടാവരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആർമറിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നത് ഗാൽവനൈസ്ഡ് സ്റ്റീൽ വയേഴ്സ്, അതിൻ്റെ 1 or 2 ലെയേഴ്സ് ആണ് നമ്മളതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ നമുക്ക് നോക്കാം. മെക്കാനിക്കൽ ഇഞ്ചുറി, മോയ്സ്ചർ എൻട്രി, വൈറ്റ് ആൻഡ് അറ്റാക്ക്, ബ്രസ്റ്റിംഗ് ഓഫ് ഫെയിലർ. ഇതിൽ കറക്റ്റ് ആൻസർ ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മെക്കാനിക്കൽ ഇഞ്ചുറിയുടെ എഗെയിൻസ്റ്റ് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ആർമറിങ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. The main switch is used in single phase supply is to be provided with. അപ്പോൾ നമുക്കറിയാം നമ്മളൊരു സപ്ലൈ കണക്ട് ചെയ്യുമ്പോൾ അതിലൊരു ഫ്യൂസ് സ്വിച്ച്, പിന്നെ ഒരു ഫ്യൂസ് യൂണിറ്റ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ലോഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ന്യൂട്രൽ ലിങ്കും വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഫേസ് ന്യൂട്രൽ. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ, ഫ്യൂസ് എവിടെയാണ് വരുന്നത്, ന്യൂട്രൽ ലിങ്ക് എവിടെയാണ് വരുന്നത്? എവിടെയായിരിക്കും വരിക? ഫ്യൂസ് എപ്പോഴും വരുന്നത് ഫേസിലും, ന്യൂട്രൽ ലിങ്ക് എപ്പോഴും വരുന്നത് ന്യൂട്രലിലും ആണ് അല്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് അറിയാവോ? ഇപ്പോൾ ഫ്യൂസ് എടുത്ത് ന്യൂട്രലിൽ കൊടുത്താൽ എന്ത് പറ്റും? എന്തെങ്കിലും ഹെവി കറണ്ട്, ഓവർലോഡ് കറണ്ട് വരുമ്പം ഫ്യൂസ് എന്തായാലും ബ്ലോ ചെയ്യും, അതായത് അത് മെൽട്ടായി പോവും. അപ്പോൾ സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ടഡ് ആവും. പക്ഷേ എന്താണ് പ്രശ്നം? നമ്മൾ ഫ്യൂസ് ഇവിടെ കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഏത് ലോഡാണോ സപ്ലൈയിലോട് കണക്ട് ചെയ്തേക്കുന്നത് ആ ലോഡിൽ എപ്പോഴും ഹൈ പൊട്ടൻഷ്യലായിരിക്കും. അവിടെ എപ്പോഴും ഒരു സപ്ലൈ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിനൊരു പാത്തില്ല. ഇപ്പം നമ്മളെങ്ങാനും പോയി തൊട്ട് അതിൻ്റെ ഇൻസുലേഷൻ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും? നമ്മളിൽ കൂടെ ഒരു പാത്ത് എർത്തിലേക്ക് കിട്ടുകയാണ്. സോ എന്ത്, വി വിൽ ഗെറ്റ് ഷോക്ക് അല്ലേ. അപ്പം അത് സേഫ് അല്ല. ആ എക്യുപ്മെൻറ്റിൽ എപ്പോഴും ഒരു ഹൈ പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഫ്യൂസ് എവിടെ കൊടുക്കുന്നത്? ഫേസ് വയറിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കൂ. ഫ്യൂസ് ഇൻ ബോത്ത് ലൈൻ ആൻഡ് ന്യൂട്രൽ, തെറ്റ്. എ ലിങ്ക് ഇൻ ദ ലൈൻ ആൻഡ് ഫ്യൂസ് ഇൻ ദ ന്യൂട്രൽ, തെറ്റ്. അത് പറ്റില്ല നമ്മളിപ്പോൾ പറഞ്ഞല്ലേ. എ ഫ്യൂസ് ഇൻ ദ ലൈൻ ആൻഡ് എ ലിങ്ക് ഇൻ ദ ന്യൂട്രൽ. ന്യൂട്രൽ ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. ഒത്തിരി കണക്ഷൻസ് അങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ന്യൂട്രൽ ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സോറി ഇതും ക്രോസ് ചെയ്തല്ലേ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എ ഫ്യൂസ് ഈസ് ഇൻ ദ ലൈൻ ആൻഡ് എ ലിങ്ക് ഇൻ ദ ന്യൂട്രൽ. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. വിച്ച് ഓഫ് ദ വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിറ്റ്സ് is the correct one for reactive power? അപ്പോൾ നമുക്കറിയാം പവർ, ആക്റ്റീവ് പവർ ഉണ്ട്, റിയാക്റ്റീവ് പവർ ഉണ്ട്, അതുപോലെ തന്നെ അപ്പാരൻറ്റ് പവർ ഉണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ദിസ് ഈസ് ആക്റ്റീവ് പവർ കിലോ വാട്ട് ആൻഡ് ദിസ് ഈസ് റിയാക്റ്റീവ് പവർ kVAr ആൻഡ് വാട്ട് അബൌട്ട് ദിസ് ഈസ് അപ്പാരൻറ്റ് പവർ kVA, റൈറ്റ്? അപ്പോൾ നമ്മുടെ ചോദ്യം എന്താ? ഇത് ആക്റ്റീവാണ്, ഇത് അപ്പാരൻ്റ് ആണ്, ഇത് അപ്പാരൻ്റ് അല്ലല്ലോ, ഇതെന്താണ്? റിയാക്റ്റീവ് ആണ്, റിയാക്റ്റീവ് പവർ. ആൻഡ് ദിസ് ഈസ് അപ്പാരൻ്റ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിയാക്റ്റീവ് പവർ? റിയാക്റ്റീവ് പവറിൻ്റെ യൂണിറ്റ് എന്താണ് വന്നേക്കുന്നത്? കിലോ വോൾട്ട് ആംബിയർ, kVA വരുന്നത് അപ്പാരൻറ്റ് പവറിൻ്റെയാണ്. കിലോ വാട്ട് വരുന്നത് എന്തിൻ്റെയാണ്? ആക്റ്റീവ് പവറിൻ്റെയാണ്. ദെൻ കിലോ വോൾട്ട് ആംബിയർ റിയാക്റ്റീവ്. വോൾട്ട് ഇൻറ്റു ആംബിയർ എന്ന് പറയുന്നാൽ എന്താണ്? വാട്ട് ആണ് അല്ലേ. ഓക്കെ, അതുകൊണ്ടാണ് kVAr എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ വിച്ച് ഇസ് ദ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. കിലോ വോൾട്ട് ആംബിയർ റിയാക്റ്റീവ് ഇസ് ദ യൂണിറ്റ് ഓഫ് റിയാക്റ്റീവ് പവർ. അടുത്ത ക്വസ്റ്റ്യൻ. The type of insulator used for holding high transmission line overhead conductors on straight running of poles. അപ്പോൾ സ്ട്രെയിറ്റ് റണ്ണിങ് ഓഫ് പോൾസിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്
പിൻ ഇൻസുലേറ്ററും പോസ്റ്റ് ഇൻസുലേറ്ററും ആണ്. ഓക്കെ, ഈ ഷാക്കിൾ ഇൻസുലേറ്ററും സ്റ്റേ ഇൻസുലേറ്ററും മെയിനായിട്ട് വരുന്നത് എവിടെയാണെന്നറിയോ? ഇപ്പം സ്റ്റേ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പോസ്റ്റ് ഇതൊന്നും താഴെ വീഴാതെ നമുക്ക് ബാക്കിലേക്ക് ഒരു കൗണ്ടർ ബാലൻസ് ചെയ്ത് ഇങ്ങനെ ടൈ ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റേ വയർ കണ്ടിട്ടില്ലേ? അപ്പോൾ അതിലാണ് ഈ സ്റ്റേ ഇൻസുലേറ്റർ. അതിന് മിഡിലായിട്ട് സ്റ്റേ ഇൻസുലേറ്റർ വരും. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ടെർമിനേറ്റിംഗ് എൻഡ്സിൽ അല്ലെങ്കിൽ ഷാർപ്പ് കർവിലൊക്കെയാണ് ഇത് വരിക. അതുപോലെ തന്നെ ഷാക്കിൾ ഇൻസുലേറ്റർ വരുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടിങ് എൻഡിലും ടെർമിനേറ്റിംഗ് എൻഡിലും പിന്നെ ഷാർപ്പ് അതായത് നന്നായി പിടിച്ചു നിർത്തേണ്ടി കണ്ടക്ടേഴ്സിനെ നല്ല ഫേം ആയിട്ട് പിടിച്ചു നിർത്തേണ്ടി വരുന്ന ഇടങ്ങളിലാണ് മെയിനായിട്ട് ഈ രണ്ട് ഇൻസുലേറ്റേഴ്സും യൂസ് ചെയ്യുന്നത്. അപ്പം പോസ്റ്റ് ഇൻസുലേറ്ററും പിൻ ഇൻസുലേറ്ററിലും നമുക്ക് ഇതിൽ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ബിലോ 33 kV ആപ്ലിക്കേഷൻസിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് പിൻ ഇൻസുലേറ്റർ ആണ്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് റണ്ണിൽ കണ്ടക്ടേഴ്സിനെ ഫേംലി ഹോൾഡ് ചെയ്യുന്നത് ഏതാണ്? പിൻ ഇൻസുലേറ്റർ ആണ് കേട്ടോ. എബോവ് 33 kV ആപ്ലിക്കേഷൻസിലൊക്കെയാണ് നമ്മൾ ഇത് പോസ്റ്റ് ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അത് ഞാൻ പറഞ്ഞ സെയിം കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പോസ്റ്റ് ഇൻസുലേറ്റർ സിമിലർ ടു പിൻ ടൈപ്പ് ഇൻസുലേറ്റർ, suitable for very high voltage applications. Pin type insulators, it is used for straight runs of 11 kV line, helically formed ties on the pin insulator used for holding the conductor. Stay insulators, it is used in the stay wire. Stay wires are necessary for the poles installed at the starting and terminating ends, starting endilum finishing endilum, and at the bends of the transmission line. Shackle insulator used at the starting and terminating ends and at bends of a low or medium voltage line. അപ്പം ഇതാണ് പല ക്ലാസിഫിക്കേഷൻ. ഇനിയുണ്ട് ക്ലാസിഫിക്കേഷൻ, സ്ട്രെയിൻ ഇൻസുലേറ്റർ, സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫിക്കേഷൻ ഇനിയുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി വെച്ചേക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് യൂസ്ഡ് ഇൻ ഓവർ ഹെഡ് ലൈൻസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ കറണ്ട് ഓഫ് 10 ആംപിയർ ഇസ് സെയിം ആസ് വാട്ട്? അപ്പോൾ ആംപിയറിൻ്റെ യൂണിറ്റ്, ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? Q/T അല്ലേ? Q/T, ചാർജ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ഏതായിരിക്കും ഇതിൽ കറക്റ്റ് ആൻസർ വരിക? 10 joules per second, 10 watts per second, 10 volts per second, 10 coulombs per second. coulombs, ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? coulombs അല്ലേ? അപ്പോൾ എന്താ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരിക, 10 coulombs per second. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The power dissipated in a pure capacitor. അപ്പോൾ പ്യുവർ കപ്പാസിറ്റർ, പ്യുവർ ഇൻഡക്ടറിലൊക്കെ ടോട്ടൽ ആവറേജ് പവർ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ ആവറേജ് പവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ക്യാൻസൽ ചെയ്ത് പോവാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ഈസ് യൂസ്ഡ് ടു ഡിസ്കണക്ട് ദ സപ്ലൈ ഫ്രം ELCB. കേട്ടിട്ടുണ്ടോ? ഇപ്പം മിക്ക വീടുകളിലും തന്നെ നമുക്ക് ELCB കാണാം. ഇത് നമ്മൾ വെക്കുന്നത് എനർജി മീറ്റർ കഴിഞ്ഞിട്ടാണ്. എനർജി മീറ്റർ കഴിഞ്ഞിട്ടാണ് ELCB വെക്കുന്നത്. MCBക്കും എനർജി മീറ്ററിനും ഇടയ്ക്കാണ് ELCB വരിക. ഇനി ഇത് എന്താണ് ഇതിൻ്റെ യൂസേജ്? ഇത് കറണ്ടിനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, കറണ്ട് റെസിഡ്യൂവൽ കറണ്ടിനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഏത് കറണ്ടാണെന്നറിയോ? എർത്ത് ലീക്കേജ് കറണ്ട്. എർത്തിലേക്ക് ലീക്ക് ചെയ്ത് പോകുന്ന കറണ്ടിനെ, അതായത് എന്തെങ്കിലും ഫോൾട്ട് കണ്ടീഷൻസിൽ എർത്തിലേക്ക് ലീക്ക് ചെയ്ത് പോകുന്ന കറണ്ടിനെ അത് ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, സോ ലീക്കേജ് കറണ്ട്, എർത്ത് ലീക്കേജ് കറണ്ട് കേട്ടോ. അപ്പോൾ അത് എന്ത് ടൈപ്പ് ഫോൾട്ടിനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്? ഗ്രൗണ്ട് ഫോൾട്ടിന്, ഗ്രൗണ്ടിലേക്ക് പോകുന്ന ഫോൾട്ടിന് കേട്ടോ. ഗ്രൗണ്ട് ഫോൾട്ടിനെയാണ് ELCB ഡിറ്റക്ട് ചെയ്ത് സർക്യൂട്ടിനെ ട്രിപ്പ് ചെയ്യുന്നത്. ഓക്കെ, എർത്ത് ലീക്കേജ്, ELCBയുടെ ഫുൾ ഫോം അറിയാലോ, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, കറണ്ട് ഡിറ്റക്ടർ ആണ്, ഗ്രൗണ്ട് ഫോൾട്ട് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് പല ടൈപ്പ് ഫോൾട്ട്സ് ഉണ്ട്. ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട്, ഗ്രൗണ്ട് ഫോൾട്ട്, ഓപ്പൺ സർക്യൂട്ട് ഫോൾട്ട്, ഓവർലോഡ് ഫോൾട്ട്. അപ്പോൾ അതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ട്രാൻസ്ഫോർമർ ദ കെമിക്കൽ കണ്ടെയ്ൻഡ് ഇൻസൈഡ് ദ ബ്രീത്തർ ഈസ് ഡാഷ്. ബ്രീത്തറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ എന്താണെന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഫിഗർ? ഇത് നോക്കിക്കേ. ഈ ട്രാൻസ്ഫോമർ വെച്ചിരിക്കുന്നത് എവിടെയാണ്? ട്രാൻസ്ഫോമർ ഓയിലാണ് ട്രാൻസ്ഫോമർ വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പം എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ച് ഈ ഓയിൽ എക്സ്പാൻഡ് ചെയ്യും. ടെമ്പറേച്ചർ കുറയുമ്പം അത് കൂൾ ചെയ്യും. അപ്പോൾ ഓയിൽ എക്സ്പാൻഡ് ചെയ്യുമ്പം എക്സ്ട്രാ വരുന്ന ഓയിൽ നമ്മൾ കൺസർവേറ്ററിൽ വരും. അപ്പോൾ കൺസർവേറ്ററിലുള്ള എയർ പുറത്തേക്ക് തള്ളും ത്രൂ ദ ബ്രീത്തർ. ഇതാണ് ഈ പറയുന്ന ബ്രീത്തർ. ഓക്കെ. ഇനി അത് കൂൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് പുറത്തുനിന്ന് എയർ എടുക്കും. ആ എയറിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ ഈ മോയ്സ്ചർ കണ്ടന്റ് ട്രാൻസ്ഫോമറിൻ്റെ ഓയിലിൽ വന്നാൽ എന്ത് പറ്റും? അവിടെ ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും, ഇൻസുലേഷൻ ഫെയിലർ. അപ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇൻസുലേഷൻ ഫെയിലർ ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മോയ്സ്ചറിനെ അവോയ്ഡ് ചെയ്യണം. മോയ്സ്ചറിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മളിവിടെ സിലിക്ക ജെൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ബ്രീത്ത് ചെയ്യും, ഈ ബ്രീത്തറിൽ ബ്രീത്ത് ചെയ്ത് എയർ എടുക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്തിട്ടാണ് അകത്തേക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് എൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രീത്തറിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ കണ്ടന്റ് മിനറൽ ഓയിൽ അല്ല, സാൾട്ട് അല്ല. വാട്ട് ഈസ് ദാറ്റ്? സിലിക്ക ജെൽ. ആൻഡ് ഓപ്ഷൻ ഡി അതും തെറ്റാണ്, വാട്ടർ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, the device which can be used as a switch as well as a protective device. സ്വിച്ച് ആയിട്ടും പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം എന്താണെന്നാണ്. എന്താണ്? സ്വിച്ച് ആയിട്ടും പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആയിട്ടും നോക്കാം. ഡബിൾ പോൾ അയൺ ക്ലാഡ് സ്വിച്ച് അത് പറ്റില്ല. നമുക്ക് സ്വിച്ച് ആയിട്ട് മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. DPIC സ്വിച്ച് നമ്മൾ കണ്ടിട്ടുള്ള ഓപ്പൺ, നമ്മൾ ലാബിലെല്ലാം കാണുന്നൊരു സ്വിച്ചാണത്. ഡബിൾ പോൾ അയൺ ക്ലാഡഡ് സ്വിച്ച്. ഇൻ്റർമീഡിയറ്റ് സ്വിച്ച് പറ്റില്ല. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ സ്വിച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഡിറ്റക്ട് ചെയ്ത് സർക്യൂട്ട് ട്രിപ്പ് ചെയ്യിക്കുന്നു. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ MCB നമുക്ക് പ്രൊട്ടക്ഷനും തരും, അതുപോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റിംഗ് സ്വിച്ചാണ് അല്ലേ. അപ്പം MCB ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരിക. MCB എന്തിനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്? അതായത് എന്ത് പ്രൊട്ടക്ഷനാണ് നമുക്ക് തരുന്നത്? ഓവർലോഡ് കറണ്ടിനെയാണ്, എക്സസ് കറണ്ട്, ഓവർലോഡ് ഓർ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിനെയാണ് MCB ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓവർലോഡ് കറണ്ട് വരുമ്പം അത് ദാറ്റ് വിൽ ട്രിപ്പ്, നമുക്ക് സർക്യൂട്ട് ട്രിപ്പ് ചെയ്ത് ഓപ്പൺ സർക്യൂട്ടഡ് ആക്കും. അതായത് നമ്മുടെ എല്ലാ ഡിവൈസസിനെയും അതിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന എല്ലാ അപ്ലയൻസസിനെയും സേവ് ചെയ്യണ്ടേ വീട്ടിലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറ്റ് വിൽ ഓപ്പൺ സർക്യൂട്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാവിറ്റി കൺട്രോൾഡ് ഇൻസ്ട്രുമെൻറ്റ് ഹാസ് ടു ബി കെപ്റ്റ് ഇൻ. ഗ്രാവിറ്റി കൺട്രോൾഡ് ഇൻസ്ട്രുമെൻറ്റ്, നമ്മൾ ഇതൊരു പോയിൻ്ററാണ്. നമുക്കറിയാം ഈ പോയിൻ്റർ നമ്മുടെ വെയിറ്റ് ഉണ്ട്, ബാലൻസ് വെയിറ്റ്. അപ്പം ഇതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റി അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ കൺട്രോളിങ് വെയിറ്റ് വരുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് കൺട്രോളിങ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വരുമ്പം എന്ത് വരും? ഈ പോയിൻ്റർ ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ആ ഡിഫ്ലക്ഷനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അപ്പം കൺട്രോളിങ് ടോർക്കും നമ്മൾ കൊടുക്കണം. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിങ്, സാധാരണ സ്പ്രിങ് വെച്ചിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പം ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിങ് ടോർക്കും എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? അപ്പോൾ ഈ പോയിൻ്ററിൻ്റെ ഡിഫ്ലക്ഷൻ നിന്നിട്ട് അതൊരു പോയിന്റിൽ സ്റ്റഡി ആയിട്ട് നിൽക്കും. ഓക്കെ. ആ ഒരു കൺട്രോളിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളൊരു വെയിറ്റ് വെച്ചിട്ടാണ്. വെയിറ്റ് നമുക്കറിയാം എപ്പോഴും അതിന് ഗ്രാവിറ്റി കാരണം അതിന് താഴേക്കാണ് അതിൻ്റെ ഒരു പൊസിഷൻ വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചേഞ്ച് ചെയ്താലും ഈ പൊസിഷൻ എപ്പോഴും എങ്ങോട്ട് വരാനതിന്? അതിനെപ്പോഴും താഴേക്ക്, ഗ്രാവിറ്റി കാരണം ഈ ഒരു പൊസിഷനിലേക്ക് വരാനാണ് അതിന് ടെൻഡൻസി വരിക. ആ ഒരു ടോർക്കാണ് എന്ത് പറയുന്നത്? കൺട്രോളിങ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഗ്രാവിറ്റി ഇൻസ്ട്രുമെൻസിൽ അത് എപ്പോഴും ഏത് പൊസിഷനിലായിരിക്കും വെക്കുക? വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കും വെക്കേണ്ടത്. കാരണം എപ്പോഴും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലേക്ക് അത് വരണം, താഴേക്ക് വരണം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് വെർട്ടിക്കൽ പൊസിഷൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സോഡിയം വേപ്പർ ലാമ്പ് ഗീവ്സ് വിച്ച് കളർ ഓഫ് ലൈറ്റ്? സോഡിയം വേപ്പർ ലാമ്പ് നമുക്ക് തരുന്നത് യെല്ലോ കളർ ലൈറ്റ് ആണ് കേട്ടോ. യെല്ലോ കളർ ലൈറ്റ് ഹയസ്റ്റ് ലുമിനസ് എഫിഷ്യൻസി ഉള്ള ഒരു ലാമ്പാണ് സോഡിയം വേപ്പർ ലാമ്പ്. അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക, യെല്ലോ കളർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്? നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? കണ്ടക്ടേഴ്സ്,
ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് അല്ലേ. അപ്പോൾ അതിൽ കണ്ടക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പോസിറ്റീവ് ടെമ്പറേച്ചർ ഓഫ് കോഎഫിഷ്യൻ്റ് ആണ് കണ്ടക്ടേഴ്സിന്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് അതെന്താണെന്നറിയോ? നമ്മളത് ഹീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. സോ അതിൻ്റെ ടെമ്പറേച്ചർ കൂടുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി കുറയും, അതായത് റെസിസ്റ്റൻസ് കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റെസിസ്റ്റൻസ് കൂടും. എയർക്ക് കണ്ടക്ടേഴ്സിന് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സംഭവിക്കുന്ന ഏതിനാ? കണ്ടക്ടേഴ്സിനാണ്. ഇൻസുലേറ്റേഴ്സിനും സെമി കണ്ടക്ടേഴ്സിനും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റിയും കൂടുകയാണ്, അതായത് റെസിസ്റ്റിവിറ്റി കുറയുകയാണ്. അപ്പോൾ ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ഇതെല്ലാം നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് അതായത് എന്താണ് അതിൻ്റെ അർത്ഥം? ടെമ്പറേച്ചർ കൂടുമ്പം റെസിസ്റ്റൻസ് കുറയുന്നു, കണ്ടക്ടിവിറ്റി കൂടുന്നു. അപ്പോൾ ഇതിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉള്ളത് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? ഇതിൽ ഏതാണോ മെറ്റൽ, അല്ലെങ്കിൽ മെറ്റൽ എന്ന് പറയുന്നത് അതായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക അല്ലേ. നോക്കാം. ജർമേനിയം സെമി കണ്ടക്ടർ ആണ്. അലുമിനിയം, ദാറ്റ് ഇസ് എ മെറ്റൽ. ഗ്രാഫൈറ്റ്, റബ്ബർ, ഇതെല്ലാം നമുക്ക് ഇത് ഇൻസുലേറ്റർ ആണ്, ഇത് സെമി കണ്ടക്ടർ ആണ്. സോ വിച്ച് ഇസ് ദ കറക്റ്റ് ആൻസർ? അലുമിനിയം ഇസ് ദ കറക്റ്റ് ആൻസർ, ദാറ്റ് ഇസ് ദ കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ പീക്ക് പോസിറ്റീവ് ആൻഡ് പീക്ക് നെഗറ്റീവ് വാല്യൂസ് ഇൻ എ സി. ഓൾട്ടർനേറ്റീവ് കറണ്ടിൽ നമുക്ക് പല ടേംസ് ഉണ്ട് അല്ലേ. പീക്ക് വാല്യൂ ഉണ്ട്, പിന്നെ പീക്ക് ടു പീക്ക് വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ പീക്ക് വാല്യൂ ഉണ്ട്, പിന്നെ RMS വാല്യൂ ഉണ്ട്, ആവറേജ് വാല്യൂ ഉണ്ട്. ഒത്തിരി നമ്മുടെ ഇതൊക്കെ മാറി മറിച്ചും ചോദിക്കുന്ന. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? പീക്ക് ടു പീക്ക് ഡിഫറൻസിന് എന്താണ് നിങ്ങൾ പേരിട്ട് വിളിക്കുന്നത്? ഈ ഡിഫറൻസ് നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് പീക്ക് ടു പീക്ക് വാല്യൂ കേട്ടോ. പീക്ക് ടു പീക്ക് വാല്യൂ എന്നാണ് പറയുന്നത്. ഇവിടെ ഈ എഫക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് RMS വാല്യൂ ആണ് കേട്ടോ. RMS വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ഓർ കറണ്ട്. അതിനെയാണ് RMS വാല്യൂ എന്ന് പറയുന്നത്. ആവറേജ് വാല്യൂ സം ഓഫ് ദി ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ഓഫ് ദി കറണ്ട് ഓർ വോൾട്ടേജ്. അതുപോലെ തന്നെ മാക്സിമം വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കിളിൽ അത് റീച്ച് ചെയ്യുന്ന മാക്സിമം വാല്യൂ. ഇത് ഒരു സൈക്കിളിൽ, ഇനി 1 സൈക്കിൾ ദ ഹൈറ്റ് ഇറ്റ് വിച്ച് റീച്ച്ഡ്, ദാറ്റ് ഈസ് മാക്സിമം വാല്യൂ. അപ്പം അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. 3-phase ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ആർ യൂഷ്വലി കണക്റ്റഡ് ഇൻ. അപ്പം നമുക്കറിയാം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ഡെൽറ്റ കണക്ഷന് എങ്ങനെ ഡെൽറ്റ കണക്ഷൻ ഇരിക്കുക, ഇതുപോലെയാണ് ഡെൽറ്റ കണക്ഷൻ ഇരിക്കുക. അപ്പം 11 kV നമുക്ക് സബ്സ്റ്റേഷനിൽ നിന്ന് 11 kV വോൾട്ട് വരികയാണ്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഒരു സൈഡ്, പ്രൈമറി സൈഡ് നമ്മൾ ഡെൽറ്റ കണക്റ്റഡും സെക്കൻഡറി സൈഡ് സ്റ്റാർ കണക്റ്റഡും ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? നമുക്ക് ചില വീടുകളിൽ നമുക്ക് സിംഗിൾ ഫേസ് സപ്ലൈ വേണം, ചില വീടുകളിൽ ത്രീ ഫേസ് സപ്ലൈ വേണം അല്ലേ. അപ്പം ആ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? സ്റ്റാർ കണക്ഷനിൽ നിന്നാണ്. കാരണം എന്താ? ഇവിടെ ഒരു ന്യൂട്രൽ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഒരു ഫേസും ഒരു ന്യൂട്രലും എടുക്കാം, ഏതെങ്കിലും ഒരു ഫേസ് ഒരു ന്യൂട്രലും, അല്ലെങ്കിൽ നമുക്ക് 3 ഫേസും ഒരു ന്യൂട്രലും കൂടെ ഒരു വീട്ടിലേക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പം കൺസ്യൂമറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സൈറ്റിലാണ് അത് ഇരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ഏത് ടൈപ്പാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്നാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. സോ ദാറ്റ് ഈസ് ഡെൽറ്റ സ്റ്റാർ കേട്ടോ. അപ്പം ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോമർ ആണ് എന്ത്? ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. ഡെൽറ്റ സ്റ്റാർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരിക. ഇതിന് ന്യൂട്രൽ പോയിന്റ് ഇല്ല, അപ്പം നമുക്ക് ന്യൂട്രൽ കണക്ഷൻ കിട്ടത്തില്ല. നെക്സ്റ്റ്, കണ്ടക്ടിവിറ്റി ഓഫ് അലുമിനിയം എർസ് ഡാഷ്. അപ്പോൾ കണ്ടക്ടേഴ്സിൽ നമുക്ക് കോപ്പറും ഉണ്ട് അലുമിനിയം ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇനിയും ഉണ്ട് ACSR ടൈപ്പ്, ഗാൽവനൈസ്ഡ് സ്റ്റീൽ ടൈപ്പ്, അങ്ങനെ ഒത്തിരി ടൈപ്പ് ഉണ്ട്. അപ്പം മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ACSR ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പം ഇതിൽ നമ്മൾ ചോദിച്ചേക്കുന്നത് എന്നാ, അലുമിനിയത്തിൻ്റെ കണ്ടക്ടിവിറ്റി കോപ്പറിൻ്റെ കണ്ടക്ടിവിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണെന്നാണ്. ഏറ്റവും ഹയസ്റ്റ് കണ്ടക്ടിവിറ്റി ഉള്ളത് കോപ്പറിനാണ്. അലുമിനിയം കോപ്പറിനെ കമ്പയർ ചെയ്യുമ്പം 60% ഓഫ് കണ്ടക്ടിവിറ്റിയെ ആർക്കുള്ളൂ, അലുമിനിയത്തിന് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അലുമിനിയം പക്ഷെ കോസ്റ്റ് കൂടുതൽ വരുന്ന ഏതിനാണ്, കോപ്പറിനാണ്. അപ്പോൾ ലോങ് ട്രാൻസ്മിഷൻ ലൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അലുമിനിയം കണ്ടക്ടേഴ്സ് ആണ് കേട്ടോ. കോസ്റ്റും കൂടെ നോക്കണമല്ലോ, അതുകൊണ്ട്. ഓക്കെ, അപ്പം ഓപ്ഷൻ 60% ടു ദാറ്റ് ഓഫ് കോപ്പർ, ഇതാണ് കറക്റ്റ് ആൻസർ വരിക, ഓപ്ഷൻ എ. കോപ്പറിൻ്റെ കണ്ടക്ടിവിറ്റിയുടെ 60% ആർക്കുള്ളൂ, അലുമിനിയത്തിനുള്ളൂ. സോ ഡെഫിനറ്റ്ലി ക്രോസ് സെക്ഷണൽ ഏരിയ കുറച്ച് കൂടുതൽ വരും അലുമിനിയത്തിന്, പക്ഷെ വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ആണ് അലുമിനിയം കമ്പയർഡ് ടു കോപ്പർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്ലെക്സ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് മെറ്റീരിയൽ ഇസ് നോൺ ആസ്. ഫ്ലെക്സ് പെർ യൂണിറ്റ് ഏരിയ, അതായത് പെർ യൂണിറ്റ് ഏരിയയിൽ എന്തുമാത്രം ഫ്ലെക്സ് ഉണ്ടാവും അല്ലേ, 5/A. എന്താണ് ഇതിൻ്റെ യൂണിറ്റ്? യൂണിറ്റ് എന്താണ്, വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. വെബർ പെർ മീറ്റർ, ഫ്ലെക്സിൻ്റെ യൂണിറ്റ് വെബർ, ഏരിയ മീറ്റർ സ്ക്വയർ, വെബർ പെർ മീറ്റർ സ്ക്വയർ. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇത് എന്തിൻ്റെ ഡെഫിനിഷൻ ആണെന്നാണ്. ഫ്ലെക്സ് പെർ യൂണിറ്റ് ഏരിയ എന്തിൻ്റെ ഡെഫിനിഷൻ ആണെന്നാണ്. അപ്പോൾ എന്തിൻ്റെയാണ്, ഫ്ലെക്സ് ഡെൻസിറ്റി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഫ്ലെക്സ് ഡെൻസിറ്റിയുടെ ഡെഫിനിഷനാണ് ഫ്ലെക്സ് പെർ യൂണിറ്റ് ഏരിയ. പെർ യൂണിറ്റ് ഏരിയയിൽ എന്തുമാത്രം ഫ്ലെക്സ് ഉണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കറണ്ട് ഡെൻസിറ്റി എന്താണ്, കറണ്ട് പെർ യൂണിറ്റ് ഏരിയ. ദിസ് ഈസ് ഫ്ലെക്സ്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ലൈൻസ്. ദെൻ നെക്സ്റ്റ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, EMF. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ലാമ്പ് ഹാസ് മോർ റെസിസ്റ്റൻസ് വിത്ത് സെയിം അപ്ലൈഡ് വോൾട്ടേജ്. ഓക്കെ, ഇതിൽ ഏതിനാണ്, ഇപ്പം നമുക്ക് കുറച്ച് വാട്ടേജ് തന്നിട്ടുണ്ട്, ഡിഫറെൻറ്റ് വാട്ടേജ് ഉള്ള ലാംപ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ലാമ്പിനാണ് കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അപ്പം അപ്ലൈഡ് വോൾട്ടേജ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പവർ കാണാനുള്ള ഇക്വേഷൻ എന്താ, നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്, I²R ഉണ്ട്, V²/R ഉണ്ട്. നമുക്ക് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളിപ്പം ഏത് ഇക്വേഷൻ എടുക്കാൻ പോവാണ്, V²/R എടുക്കാൻ പോവാണ്. അപ്പം V² ഏത് R എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് വാല്യൂ, ഇവിടെ 40 ഉണ്ട്, 100 ഉണ്ട്, 60 ഉണ്ട്, 15 ഉണ്ട്. ഡിനോമിനേറ്റർ ഏറ്റവും ഹയസ്റ്റ് ആണെങ്കിൽ വാല്യൂ ഏറ്റവും കുറവായിരിക്കും, ശരിയല്ലേ. ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് ഇവിടുത്തെ വാല്യൂ കൂടുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഇതിലേത് ലാമ്പിനായിരിക്കും, ഏറ്റവും കുറഞ്ഞ വാട്ടേജ് ഏതിനാണ് വന്നേക്കണേ, 15 വാട്ട് അല്ലേ. അതായത് ഡിനോമിനേറ്റർ അത്രയും കൂടിയത് കൊണ്ടല്ലേ. സോ റെസിസ്റ്റൻസ് ഏറ്റവും മോർ വരുന്നത് ഏതിനാണ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 15 വാട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. ഓക്കെ, അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് we will see in the next session with the solutions of this question paper. Thank you.